അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു ദിവസം ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, നീ ഇവിടെ നിൽക്കുക, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പറഞ്ഞ സ്ഥലത്ത് നിന്നു. പക്ഷേ അത് പറഞ്ഞ ആൾ ആ കാര്യം മറന്നുപോയി. അങ്ങനെ ഒരു ദിവസം 1, 2, 3 കഴിഞ്ഞു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നിൽക്കുകയായിരുന്നു. 3-ാം ദിവസം യാദൃശ്ചികമായി അതിലെ വരാൻ ഇടയായി. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് അത്ഭുതപ്പെട്ടു. ചോദിച്ചു, നീ ഇവിടെ നിൽക്കുകയായിരുന്നോ? അപ്പോൾ യാതൊരു നിരാശവും കൂടാതെ വിനയപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നോട് ഇവിടെ നിൽക്കാൻ താങ്കൾ പറഞ്ഞിരുന്നില്ലേ? ഓർക്കുക, നമ്മളിൽ എത്ര പേർ ഇങ്ങനെ ചെയ്യും? അതായിരുന്നു അൽ അമീർ. വളരെ ചെറുപ്പത്തിൽ തന്നെ സാമ്പത്തികമായി വിഷമം അനുഭവിക്കുന്ന ആളായിരുന്നു. അബൂ ത്വാലിബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവട കാര്യങ്ങളിൽ സഹായിക്കുമായിരുന്നു. അതിനുവേണ്ടി സിറിയയിലേക്കും മറ്റ് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യുമായിരുന്നു. യാത്രക്ക് ഒരുങ്ങുമ്പോൾ അയാൾ അയൽവാസികളോട്, പാവപ്പെട്ടവരോട് ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ഞാൻ അങ്ങാടിയിൽ പോകുന്നു, നിങ്ങൾക്ക് വല്ലതും കൊണ്ടുവരേണ്ടതുണ്ടോ? യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും പുറത്തു പോകാൻ ആളില്ലാത്ത നിരാലംബരായ ആളുകൾക്കും ഒരു ആശ്വാസമാകട്ടെ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോവുകയാണ്. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ട് പ്രത്യേകം ബുദ്ധിമുട്ടൊന്നുമില്ല. ആവശ്യങ്ങളുമായി വരുന്ന ഒരാളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുതെ വിടുകയില്ലായിരുന്നു. അവരെ നിരാശപ്പെടുത്തില്ലായിരുന്നു. കഴിയുന്ന സഹായം എല്ലാവർക്കും ചെയ്തു കൊടുത്ത് അവരെ സഹായിക്കുന്നവരായിരുന്നു. അത്രക്ക് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയുള്ള സൽബുദ്ധികളും അനുബോധമായിരുന്നു നമുക്കുണ്ടാകേണ്ടത്. കഴിയുന്ന സഹായം മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഒരാളെ വിഷമിപ്പിക്കുകയോ വെറുപ്പിക്കുകയോ ചെയ്യരുത്. എല്ലാ ആളുകളോടും സ്നേഹം പിടിച്ച് പറ്റാനാണ് നാം ശ്രമിക്കേണ്ടത്. അങ്ങനെ എല്ലാവർക്കും നമ്മോട് നല്ല മതിപ്പായിരിക്കും. ഞാൻ എന്റെ കഥ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.